ഉരുൾപൊട്ടൽ നാശം വിതച്ച വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ 8ാം ദിവസത്തെ തെരച്ചിൽ പൂർത്തിയാക്കി. നാളെയും തെരച്ചിൽ തുടരും. മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ മണ്ണിളക്കിയാണ് പരിശോധന. സൂചിപ്പാറയിലെ സൺറൈസ് വാലി, സൂചിപ്പാറ വെള്ളച്ചാട്ടം, കാന്തൻപാറ വെള്ളച്ചാട്ടം തുടങ്ങിയ സ്ഥലങ്ങളിൽ വ്യോമസേന ഹെലികോപ്റ്ററിൽ വിവിധ സേനാ വിഭാഗങ്ങൾ ഇന്ന് പരിശോധന നടത്തി. ചാലിയാറിൽ ഇന്ന് 2 ശരീരഭാഗങ്ങൾ കണ്ടെത്തി. ഇതോടെ ചാലിയാറിൽ നിന്നും ഇതുവരെ കണ്ടെത്തിയ മൃതശരീരങ്ങളുടെ എണ്ണം 237 പുത്തുമലയിൽ ഇന്നും കൂട്ട സംസ്കാര ചടങ്ങ് നടന്നു. 28 ശരീരഭാഗങ്ങളാണ് മറവ് ചെയ്തത്. ഇന്ന് 28 പേരുടെ ശരീരഭാഗങ്ങളാണ് മറവ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന പുത്തുമലയിലെ പ്രത്യേകം തയ്യാറാക്കിയ ഈ ഒരു ഖബർസ്ഥാനിൽ കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ തന്നെ കൂട്ടത്തോടെ ഇത്തരത്തിൽ സംസ്കാര ചടങ്ങുകൾ നടന്നിരുന്നു. കഴിഞ്ഞ ദിവസം 189 മൃതദേഹങ്ങൾ, അതായത് ഇതിൽ 158ഓളം ശരീരഭാഗങ്ങളും 31ഓളം മൃതദേഹങ്ങളുമായിരുന്നു കഴിഞ്ഞ ദിവസം സംസ്കരിച്ചത്. അതിന്റെ ബാക്കി ഉള്ള 28 ശരീരഭാഗങ്ങളാണ് ഇന്ന് മറവ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ കാണുന്ന ഈ ഓരോ കുഴിമാടങ്ങളിലും ആ അടക്കം ചെയ്തിരിക്കുന്ന കുഴിമാടങ്ങളിൽ അവരുടെ DNA റിപ്പോർട്ടുകൾ ഉണ്ട്. ആ DNA റിപ്പോർട്ടുകൾ പ്രത്യേകം പ്ലാസ്റ്റിക് കുപ്പികളിലാക്കി അതിൽ മറവ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ സർവേ കല്ലുകളിലൊക്കെ തന്നെ കൃത്യമായി നമ്പർ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കാരണം നിലവിൽ ഈ തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങളാണ് ഇപ്പോൾ മറവ് ചെയ്തിരിക്കുന്നത്. ഈ തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഹോസ്പിറ്റലുകൾ കഴിയുന്നതോ അല്ലെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരോ ഒക്കെ അവരുടെ DNAയുമായി ഏതെങ്കിലും തരത്തിൽ പിന്നീട് മാച്ച് ആവുകയാണെങ്കിൽ അവരെ തിരിച്ചറിയാൻ പറ്റും. ആരാണ് മരണപ്പെട്ടതെന്നടക്കമുള്ള വിവരങ്ങൾ ലഭ്യമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു രീതി സ്വീകരിക്കുകയും ചെയ്തത്. എന്തായാലും വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം. കാരണം ആരാണ് എന്നോ അല്ലെങ്കിൽ അവരുടെ പേരെന്താണെന്നോ എന്നോ ഒന്നും തന്നെ നമുക്കറിയാൻ സാധിക്കുന്നില്ല. അത്തരത്തിൽ ഓരോരുത്തരുടെയും ശരീരഭാഗങ്ങൾ മാത്രമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഈ മൃതദേഹങ്ങൾ ഇനി മുന്നോട്ട് വെച്ച് പോകാൻ സാധിക്കാത്തൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത് മറവ് ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്ക് കൂടി എത്തിയത്. അത്തരത്തിൽ അതിന് പ്രത്യേകം തയ്യാറാക്കിയ ഈ ഹാരിസൺ എസ്റ്റേറ്റ് നൽകിയിട്ടുള്ള ഈ 65 സെന്റ് ഭൂമിയിലാണ് ഈ മൃതദേഹങ്ങളെല്ലാം ഉള്ളത്. ഈ കൂട്ടത്തോടെ സംസ്കരിക്കുകയും ചെയ്തത് എന്തായാലും വളരെ നൊമ്പരപ്പെടുത്തുന്ന, വളരെ ദുഃഖപ്പെടുത്തുന്ന ഒരു കാഴ്ച. അവരാരാണെന്നോ ഈ സർവേക്കല്ലുകളിൽ കാണുന്ന വ്യക്തി, എനിക്കിപ്പം ഈ ഇവിടെയുള്ള കുഴിമാടങ്ങളിലൊക്കെ ഉള്ളവർ ആരാണെന്നോ അവരുടെ പേരെന്താണോ എന്നുപോലും നമുക്ക് അറിയാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം. ഒരുമിച്ച് ജീവിച്ചവർ ഇപ്പോൾ ഒരുമിച്ച് മടങ്ങുന്ന കാഴ്ച അത്രത്തോളം ദുഃഖകരമായിട്ടുള്ള, അത്രത്തോളം നൊമ്പരപ്പെടുത്തുന്ന കാഴ്ച തന്നെയാണ് ഇവിടെ സംബന്ധിച്ച് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിൽ 222 ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ മൃതദേഹങ്ങൾ ഉൾപ്പെടെയാണ് ഈ ഭാഗത്ത് സംസ്കരിച്ചിട്ടുള്ളത്. നിലവിൽ ലഭ്യമായിട്ടുള്ള കണക്കുകളാണത്. ഒപ്പം തന്നെ ഇന്നലെ അടക്കമുള്ള പരിശോധനകളിൽ ലഭിച്ച മൃതദേഹങ്ങൾ ഉൾപ്പെടെയാണ് ഇന്ന് സംസ്കരിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇനി മറ്റ് സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ തെരച്ചിൽ നടത്തുമ്പോൾ ആ സമയത്ത് ലഭ്യമാകുന്ന മൃതദേഹങ്ങൾ അവ ആരുടേതാണ് എന്നടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന ഉണ്ടാകും. ഒപ്പം തന്നെ മറ്റ് ശരീരഭാഗങ്ങളും ഒക്കെ തന്നെ ലഭ്യമാക്കുന്നതിന് വേണ്ടി വ്യാപകമായ തെരച്ചിലാണ് ഈ മേഖലകളിലെല്ലാം നടക്കുന്നത്. അതിനുവേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മൈന്യൂട്ട് ഏരിയകളിൽ പോലും ഇറങ്ങിച്ചെന്നുകൊണ്ട് അതിന് കൃത്യമായ സേനാവിഭാഗങ്ങളുടെ സഹായം തേടി ഹെലികോപ്റ്റർ മാർഗം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ ഏരിയകളിലൊക്കെ പോയി കൃത്യമായ പരിശോധന നടത്തുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ സ്വീകരിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിലെത്തി ഈ മൃതദേഹങ്ങൾ അവിടെ നിന്ന് ലഭ്യമാകുമെന്നാണ്, അല്ലെങ്കിൽ ഇവരെ കണ്ടെത്താനാകുമെന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ ഉദ്യോഗസ്ഥ സംഘം അവിടേക്ക് പോവുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്നത്തെ തിരച്ചിൽ പൂർത്തിയായിട്ടുണ്ട്. ഇന്നത്തെ സംസ്കാര ചടങ്ങുകളും പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇന്ന് 28 പേരുടെ ശരീരഭാഗങ്ങളാണ് ഇന്ന് ഈ കാണുന്ന ഭൂമിയിൽ മറവ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. അത്രത്തോളം സങ്കടകരമായിട്ടുള്ള, അത്രത്തോളം ദുഃഖപ്പെടുത്തുന്ന, അത്രത്തോളം നൊമ്പരപ്പെടുത്തുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്.